ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കൊല്ലം കൊട്ടാരക്കര സ്കൂളിൽ ചുരിദാർ ധരിച്ചെത്തിയ അധ്യാപികയെ തടഞ്ഞതിൽ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു വനിതാ കമ്മീഷൻ. കൊട്ടാരക്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, കൊല്ലം റൂറൽ SP എന്നിവരോട് റിപ്പോർട്ട് തേടി. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. റിപ്പോർട്ടർ വാർത്തയാണ് ഇപ്പോൾ നടപടിക്ക് ആധാരം. വനിതാ ശിശുക്ഷേമ വകുപ്പും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. AB ജയശങ്കർ, നമ്മൾ കൊടുത്ത വാർത്ത അങ്ങനെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. വനിതാ കമ്മീഷൻ കേസെടുത്തു. ഇപ്പോൾ SP റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ശശാങ്കനെ പിരിച്ചുവിട്ടു. DDയുടെ റിപ്പോർട്ട് ഇപ്പോൾ വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ ജയശങ്കർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. എന്തായാലും സിന്ധു ടീച്ചറുടെ കണ്ണീരിന് വില ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണീര് തുടയ്ക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വനിതാ കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസുകൾ എടുത്തു. മാധ്യമ വാർത്തകളുടെ, അതായത് റിപ്പോർട്ടർ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് വനിതാ കമ്മീഷൻ ഇത്തരത്തിലൊരു കേസ് നിലവിൽ സ്വമേധയാ എടുത്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര വിദ്യാഭ്യാസ ഓഫീസർക്കും ഒപ്പം തന്നെ ഈ കൊല്ലം റൂറൽ SPക്കും ഇവരിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നീക്കം. നിർദ്ദേശം നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ലഭിച്ചാൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ മേൽ നടപടികൾ എടുക്കും. സ്വാഭാവികമായും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ, ഒരു അധ്യാപിക ഇത്തരത്തിൽ തടഞ്ഞിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി വേണമെന്നൊരു ആവശ്യത്തിലേക്ക് വനിതാ കമ്മീഷൻ പോകും. വനിതാ കമ്മീഷന് സ്കൂൾ മാനേജ്മെന്റിന് ഉൾപ്പെടെ വിളിച്ചു വരുത്താനുള്ള അധികാരം ഉൾപ്പെടെ ഉണ്ട്. എന്തായാലും ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെയും പോലീസിന് റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും നടപടി. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സാമൂഹ്യ നീതി വകുപ്പ് അല്ലെങ്കിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട്. വനിതാ ശിശുക്ഷേമ വകുപ്പ് അധികൃതർ കഴിഞ്ഞ ദിവസം സ്കൂളിലെത്തി അധ്യാപികയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തി. അങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ഡോക്ടർ അരുൺ. എന്തായാലും ടീച്ചർക്ക് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. സിന്ധു ടീച്ചറിന്റെ കണ്ണീരിന് വിലയുണ്ടാവും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. റിപ്പോർട്ടറാണ് ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നത്. കൊട്ടാരക്കര നടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം നടന്നത്. എല്ലാ ആവശ്യമുണ്ടായിരുന്നു മാനേജരെ. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൊല്ലം കൊട്ടാരക്കര സ്കൂളിലെ ചുരിദാർ വിവാദത്തിൽ സ്കൂൾ മാനേജർക്ക് ഗുരുതര വീഴ്ചയെന്ന് DEO അന്വേഷണ റിപ്പോർട്ട്. KER ചട്ടങ്ങളുടെ ലംഘനമാണ് നടന്നത്. വസ്ത്രധാരണത്തിന്റെ പേരിൽ പ്രധാനാധ്യാപികയെ മാറ്റി നിർത്തിയെന്നും കണ്ടെത്തൽ. DO റിപ്പോർട്ട് ഇന്നലെ കൊല്ലം DDക്ക് കൈമാറി. വിശദീകരണം ചോദിച്ച് സ്കൂൾ മാനേജർക്ക് DD നോട്ടീസും നൽകിയിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിലെ ഉള്ളടക്കം റിപ്പോർട്ടിന് ലഭിച്ചു. ഗോപാൽ ശിലാസനലുണ്ട്. ഗോപാൽ ശിലാസനൽ, എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത്? ഇനി ഈ നോട്ടീസിന് മറുപടി കൊടുക്കുമല്ലോ. മറുപടി കൊടുക്കുമ്പോൾ ഈ പാവം സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കന്റെ തലയിൽ വെച്ചു കൊടുക്കാനായിരിക്കുമോ മാനേജർ ശ്രമിക്കുക? അതുകൊണ്ട് നിൽക്കുമോ ഗോപാൽ ശിലാസനൽ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഈ സെക്യൂരിറ്റി ജീവനക്കാരന്റെ തലയിൽ കെട്ടിവെച്ച് ഈ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ദിവസങ്ങളിലായി ഓരോ വശങ്ങളിൽ നിന്ന് ഉള്ള നീക്കങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ DDയോട് റിപ്പോർട്ട് ചോദിച്ചിരുന്നു. ആ DD ഈ വിഷയം അന്വേഷിക്കാൻ കൊട്ടാരക്കര DEOയാണ് ചുമതലപ്പെടുത്തിയത്. കൊട്ടാരക്കര DEO ഇത് സംബന്ധിച്ചൊരു വിശദമായ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കൊല്ലം DDക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൽ അതായത് DEOയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ സ്കൂൾ മാനേജർക്ക് ഗുരുതരമായ വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. KER ചട്ടത്തിന്റെ ലംഘനമാണ് സ്കൂൾ മാനേജറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. KER ചട്ടപ്രകാരം അധ്യാപകർക്കും പ്രധാനാധ്യാപകർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്. അത് വസ്ത്രധാരണത്തിന്റെ പേരിലോ അല്ലാതെ ഒരു കാരണത്തിന്റെ പേരിലോ തിരസ്കരിക്കാൻ പാടുള്ളതല്ല. പക്ഷേ ഇവിടെ വസ്ത്രധാരണത്തിന്റെ പേരിൽ ഈ അധ്യാപികയെ മാറ്റി നിർത്തിയെന്നും അത് അവർക്ക് മാനസിക വിഷമുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി എന്നുമാണ് DEOയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് കൊല്ലം DDക്ക് കൈമാറിയത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ മാനേജരോട് അടിയന്തര വിശദീകരണം നൽകാനാണ് കൊല്ലം DD ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ 7 ദിവസമാണ് വിശദീകരണം നൽകാൻ സമയം കൊടുക്കുന്നതെങ്കിൽ ഇവിടെ 3 ദിവസത്തിനകം വേഗത്തിൽ വിശദമായി എന്തുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായി എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഓക്കെ, താങ്ക് യു. ഗോപാൽ ശിലാസനലാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. DD കൊടുത്തിരിക്കുന്ന നോട്ടീസിന് മറുപടി ഇനി സ്കൂൾ അധികൃതർ കൊടുക്കണം. ശശാങ്കന്റെ തലയിലിട്ട് ഇത്ര പെട്ടെന്ന് ഊരാൻ പറ്റൂല കേട്ടോ. എങ്കിലും മാനേജറെ വല്ല ആവശ്യമുണ്ടായിരുന്നു? ഈ കാര്യം നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. നമ്മളാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്, സിന്ധുവിന്റെ സങ്കടങ്ങൾ പ്രേക്ഷകരെ അറിയിച്ചത്. അത് ശരിക്കും ചെറുതല്ലാത്തൊരാശങ്കയാണ്. ഗുരുബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ എന്നാണല്ലോ. എന്നിട്ട് മാനേജർ എന്തിനാണ് ഈ പാവ അധ്യാപകരെ പുറത്തിരുത്തിയത്? വല്ല കാര്യം ഉണ്ടായിരുന്നു?